മക്കളെ നമസ്കാരം. നമ്മുടെ പുതിയ പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഠത്തിന്റെ പേരാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ബോർഡ് എക്സാമിന് 4-5 മാർക്കിന് ചോദിക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ +2-ലും അതുപോലെ തന്നെ വരുന്ന വർഷങ്ങളിലും ഹയർ സ്റ്റഡീസിനൊക്കെ ഒരുപാട് ഗുണമുണ്ടാവും. വെക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുക. അപ്പൊ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രതലത്തിലുള്ള ചലനം എന്നാണ് എന്റെ മലയാള അർത്ഥം. പ്രതലത്തിലുള്ള ചലനം. എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാരം ബോർഡ് ഇല്ലേ, ക്യാരം ബോർഡ് എന്ന് പറഞ്ഞ ഒരു പ്രതലാണ് അല്ലെ. ആ പ്രതലത്തിൽ കോയിൻ മൂവ് ചെയ്യണ്. അതുപോലെ നിശ്ചലമായി കിടക്കുന്ന ഒരു തടാകം, അതൊരു പ്രതലമാണ്. ആ പ്രതലത്തില് ഒരു ബോട്ട് മൂവ് ചെയ്യണ്. അതുപോലെ പ്രൊജക്ടൈൽ മോഷൻ, നമ്മളിപ്പോ ഒരു കല്ലെടുത്ത് എറിയാം അല്ലെ, അല്ലെങ്കിൽ മിസൈൽ വിടാം. ഇതൊക്കെ എന്താണ് ഈ നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എക്സാമ്പിൾ ആണ് ഇത്ര. അപ്പോ എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതലത്തിലുള്ള ചലനം. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പാഠത്തിലെ ഒരു ഇൻട്രോ എന്ന നിലയിൽ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓൾറെഡി നമ്മൾ മോഷനെ സ്ട്രെയിറ്റ് ലൈനിലൊക്കെ പഠിച്ചിട്ടുള്ള സംഗതി തന്നെയാണ്, ഒന്നും പുതിയതല്ല. ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. വാട്ട് ഡു യു മീൻ ബൈ സ്കേലാർ ക്വാണ്ടിറ്റീസ് അല്ലെ. ഈ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റീസ് അല്ലെ. നിങ്ങൾ നോക്കിയേ, ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആർ കോൾഡ് സ്കേലാർ ക്വാണ്ടിറ്റീസ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്, ഞാൻ എന്റെ മാസ് പറയാണ്. എന്റെ മാസ് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 75 കിലോഗ്രാം അല്ലെ, 75 കിലോഗ്രാം എന്ന് പറയാണ്. ഈ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് മക്കളെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് ഞാൻ പറയൂ എന്റെ ഭാരം 2.5 എത്ര 75 കിലോഗ്രാം എവിടേക്ക് റൈറ്റിലോട്ട്, 75 കിലോഗ്രാം മേലേക്ക്, അങ്ങനെ ഞാൻ പറയൂല. ആ ചുമ്മാ വാല്യൂ മാത്രമേ ഞാൻ പറയുള്ളൂ. അത്തരം ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത എക്സാമ്പിൾ ടെമ്പറേച്ചർ അല്ലെ. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലെ. 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 27 ഡിഗ്രി സെൽഷ്യസ് ടുവേർഡ്സ് റൈറ്റ്, അങ്ങനെ നമ്മൾ പറയൂ? അങ്ങനെ നമ്മൾ പറയില്ല. ഓക്കെ, അപ്പൊ ആ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്ന് കാഞ്ഞാണി വരെയുള്ള ദൂരം അല്ലെ, അന്തിക്കാടുന്ന് കാഞ്ഞാണി വരെയുള്ള ദൂരം. അന്തിക്കാടുന്ന് കാഞ്ഞാണി വരെയുള്ള ദൂരം 3 കിലോമീറ്റർ ആണ്. നമ്മൾ അങ്ങനെ തന്നെ പറയുള്ളൂ, 3 കിലോമീറ്റർ അല്ലെ, 3 കിലോമീറ്റർ അല്ലെ. അന്തിക്കാടുന്ന് കാഞ്ഞാണിക്കുള്ള ദൂരം 3 കിലോമീറ്റർ അല്ലെ. അപ്പൊ ആ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ പറയുള്ളൂ. അത്തരം ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് മക്കളെ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഓൾറെഡി അറിവുള്ള കാര്യമാണ് അല്ലെ. ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആർ കോൾഡ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. ഇനി എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? ആ വെക്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, ഡയറക്ഷനും ഉണ്ട് അല്ലെ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, ഡയറക്ഷനും ഉണ്ട്. അത്തരം ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു വ്യക്തി, ഇത് വേറെ വ്യക്തി. ഇവൻ ചുമ്മാ നിൽക്കാന്ന് വിചാരിക്കുക അല്ലെ. ഇവൻ ഇടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുക. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാ? അങ്ങോട്ട് അല്ലെ, അങ്ങോട്ട്. അപ്പൊ അങ്ങോട്ട് അല്ലെ ഡയറക്ഷൻ വേണം അല്ലെ. എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും? ഒരു 5 ന്യൂട്ടനാന്ന് വിചാരിക്കും. 5 ന്യൂട്ടൺ ടുവേർഡ്സ് അങ്ങോട്ട് അല്ലെ. അപ്പൊ അങ്ങനെ അതെന്താ? ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ ഇതുപോലെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ നമുക്ക് ഞാനിവിടെ ചുമ്മാ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രൗണ്ട് നിങ്ങൾ വിചാരിക്കുക, ഒരു വ്യക്തി ഒരു ചുള്ളൻ ഇവിടെ ഇങ്ങനെ നിൽക്കാന്ന് വിചാരിക്കുക, ഇപ്പുറത്ത് വേറൊരു ചുള്ളൻ ഇങ്ങനെ നിൽക്കാന്ന് വിചാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കാണ്, ഇവൻ ഇങ്ങോട്ട് ഇടിക്കുകയാണ് അല്ലെ. ഇങ്ങോട്ട് ഇടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താ 5 ന്യൂട്ടൺ മാത്രം മതിയാ, പോരാ. 5 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, ഇതാണ് എന്റെ എക്സാമ്പിൾ വരിക. ഓക്കെ, ഇനി ഇവൻ ചുമ്മാ നിൽക്കോ ഇല്ല, ഒരു ഇടികിട്ടിയെ തിരിച്ചടിക്കണം അല്ലെ. അപ്പൊ ഇവൻ എന്ത് ചെയ്യാണ്? ഇതേ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അതിന് കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഒരു 7 ന്യൂട്ടൺ. അത് എവിടേക്കാ കൊടുക്കണേ? ടുവേർഡ്സ് ലെഫ്റ്റ്
അല്ലെ, ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ മക്കളെ? മാഗ്നിറ്റ്യൂഡും വന്നടാ, അതുപോലെ തന്നെ ഡയറക്ഷനും വന്നടാ. അത്തരം ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത്തരം ക്വാണ്ടിറ്റികൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലെ. ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഹയർ സ്റ്റഡീസിനും പ്ലസ് ടുവിലും ഒക്കെ ആവശ്യമുള്ള സംഗതി ഈ പാഠം തന്നെ. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾസ് ഏതൊക്കെയാ മക്കളെ പറയാം? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ബസ് 3 മീറ്റർ അല്ലെ, 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതെന്താ ഈ ഡിസ്റ്റൻസ് ആയിട്ടുള്ള എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ആവുക? നമ്മൾ ഡയറക്ഷൻ കൂടെ ചേർത്ത് പറയണം അല്ലെ. 3 കിലോമീറ്റർ ടുവേർഡ്സ് അല്ലെ, ടുവേർഡ്സ് കാഞ്ഞാണി അല്ലെ. അന്തിക്കാട് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും ഡിസ്പ്ലേസ്മെന്റ് എന്തോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ഞാണിക്ക് 3 കിലോമീറ്റർ ടുവേർഡ്സ് കാഞ്ഞാണി. അങ്ങനെ പറഞ്ഞാലാണ് അത് എന്താവുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് ആവുള്ളൂ. ദേ ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ഇനി വേറെ ആരാണ്? വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികൾ വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ഈ വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഈ വെക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഈ വെക്ടറിനെ നമ്മൾ ആരോ വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ നീളം മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു, ആരോ ഹെഡ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നീളം ഇല്ലടാ, ഈ നീളം മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു, ആരോ ഹെഡ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ എഴുതി വെക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ വെക്ടർ F1 ഈക്വൽ ടു 5 ന്യൂട്ടൺ. ഈ വെക്ടർ F1 ഈക്വൽ ടു 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ആക്കണേ? എന്താ വായിക്കത്? വെക്ടർ F1. അങ്ങനെ വായിച്ചോളൂ. വെക്ടർ നമ്മൾ അങ്ങനെ എഴുതാം, വെക്ടർ F1. ഓക്കെ, വെക്ടർ F1 ഈക്വൽ ടു 5 ന്യൂട്ടൺ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരോ റൈറ്റിലോട്ടാ. അപ്പൊ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് 5 ന്യൂട്ടൺ ടുവേർഡ്സ് ഈസ്റ്റ്. അതെങ്ങനെ നമുക്ക് ഈസ്റ്റ് ആണെന്ന് മനസ്സിലായി? ഞാൻ ഇവിടെ ആരോ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കണ്ട ഇങ്ങോട്ടേക്കുള്ളത് എന്താണ്? ഈസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് 5 ന്യൂട്ടൺ ടുവേർഡ്സ് ഈസ്റ്റ്. ഇനി ഇവിടെയോ F2, വെക്ടർ F2 ഈക്വൽ ടു 5 ന്യൂട്ടൺ, ആരോ അടിയിലിരിക്കുക. അപ്പൊ എങ്ങനെയാ നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കണ്ടേ? നോക്കിയേ, 5 ന്യൂട്ടൺ ടുവേർഡ്സ് അടിയിലിരിക്കുക. അടിയിലേക്ക് ഇവിടെ ഏതാ? സൗത്ത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലെ. അപ്പൊ അങ്ങനെയാണ് വായിക്കാട്ട. ഇങ്ങനെ കാണിച്ച അതാണ് മീനിങ് ആക്കുന്നത്. ഇനി അടുത്തത് രണ്ടും കൂടിയുള്ള സാധനമാണ്. ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്, മേലക്ക് വെക്ടർ F1 ഈക്വൽ ടു 10 ന്യൂട്ടൺ. പിന്നെ ഇതെന്താണ്? വെക്ടർ F2 ഈക്വൽ ടു 5 ന്യൂട്ടൺ. മേലക്കുള്ളത് അല്ലെ, മേലക്കുള്ളത് എന്ന് പറയുമ്പോൾ ഇതാണ് നോർത്ത്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത് 10 ന്യൂട്ടൺ ടുവേർഡ്സ് നോർത്ത്. 10 ന്യൂട്ടൺ ടുവേർഡ്സ് നോർത്ത് എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഒരെണ്ണം ചരിഞ്ഞ് ഇങ്ങനെ പോവാ, ചെരിഞ്ഞ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന വെക്ടർ. അപ്പൊ നോർത്തും അല്ല ഈസ്റ്റും അല്ല. അപ്പൊ നമ്മൾ എന്ത്? നോർത്ത് ഈസ്റ്റ് അങ്ങനെ നമ്മൾ പറയാം അല്ലെ. 5 ന്യൂട്ടൺ ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ നേരെ പകുതി ഉള്ളൂ ഇത്. എന്തുകൊണ്ടാ? ദിസ് ഈസ് എ റീസൺ അല്ലെ. ലെങ്ത് റെപ്രസെന്റ്സ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് കുറവാണെങ്കിൽ നമ്മൾ നീട്ടം കുറച്ചേ വരയ്ക്കാൻ പാടുള്ളൂ. മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ നീട്ടം നമ്മൾ കൂട്ടി വരയ്ക്കണം. അടുത്തതായിട്ട് നമുക്ക് വെക്ടറിന്റെ ടൈപ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ഈ വെക്ടർ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഈക്വൽ വെക്ടർ. അപ്പൊ ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിച്ചട മക്കളെ, ഇവന്റെയും നീളം സെയിം ആണ്, ആരോ ഹെഡും ഒരേ ദിശയിലാണ്. അപ്പൊ നീളം സെയിം ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അല്ലെ, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നീളം സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അല്ലെ. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഒരേ ദിശയിലായതുകൊണ്ട് ഡയറക്ഷനും സെയിം ആയിരിക്കും. ആരോ ഹെഡ് കണ്ട ഒരേ ദിശയിലാണ്, അപ്പൊ ഡയറക്ഷനും സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ ആർ കോൾഡ് ഈക്വൽ വെക്ടേഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വെക്ടർ. ഇത് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവണേ? രണ്ടിന്റെയും നീളം സെയിം ആണ്. നീളം സെയിം ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്നാലോ ഇവന്റെ ആരോ ഹെഡ് റൈറ്റിലോട്ടാണ്, ഇവന്റെ ലെഫ്റ്റിലോട്ടാണ്. ഒരേ ദിശയാണോ? അല്ല, ഓപ്പോസിറ്റ് ദിശയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏതോ സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ യൂണിറ്റ് വെക്ടർ. ഈ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ നമ്മള് വെക്ടർ എനെ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതാം, വെക്ടർ എ. യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതാം, എ ഇട്ടിട്ടേ
മുകളിൽ ഒരു ക്യാപ്പ് ഇടണം. കോൾ ഇറ്റ് ആസ് എ ക്യാപ്പ്. നമ്മൾ വായിക്കാണ് എ ക്യാപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. ഓക്കെ, അപ്പോ എന്താണ് യൂണിറ്റ് വെക്റ്റർ? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറിനെ വിളിക്കുന്ന പേര് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ. ദേ ഹാവ് മാഗ്നിറ്റ്യൂഡ് 1. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരാം? എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും, പക്ഷെ വളരെ സിമ്പിൾ ആണ് പരിപാടി. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെക്ടർ എ ഈക്വൽ ടു 5 ന്യൂട്ടൺ. എന്താ ഇതിന്റെ മീനിങ്? നമുക്ക് നോക്കാല. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ന്യൂട്ടൺ ടുവേർഡ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം റൈറ്റിലോട്ട് അല്ലെ, ടുവേർഡ്സ് റൈറ്റ് അല്ലെ, 5 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ്. അപ്പൊ എങ്ങനെ ഇതിന്റെ യൂണിറ്റ് വെക്ടർ നമുക്ക് കിട്ടാം? ആ ഇക്വേഷൻ ആണ് ഇത് അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മക്കള് വരടാ? ഇത് ചെയ്യണ്ട. എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ അല്ലെ, വെക്ടർ എ. അപ്പൊ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതി വെക്കാണ് 5 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ് ഡിവൈഡഡ് ബൈ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ വായിക്കാം മോഡുലസ് ഓഫ് വെക്ടർ എന്നാ. മോഡുലസ് മീൻസ് യു ടേക്ക് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ആ മാഗ്നിറ്റ്യൂഡ് മാത്രം, അളവില്ലേ, അളവ് മാത്രം എടുത്താൽ മതി. അപ്പൊ എങ്ങനെ മക്കളെ വരടാ? അളവ് മാത്രം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എടുക്കുക, 5 ന്യൂട്ടൺ. അപ്പൊ എന്താ സംഭവിച്ചേ? ഈ 5/5 1 ആയില്ലേ? അത്രയുള്ള പരിപാടി. വിച്ച് ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ് അല്ലെ, ടുവേർഡ്സ് റൈറ്റ്. മാഗ്നിറ്റ്യൂഡ് നോക്കിയടാ 1 വന്നില്ലേ? അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ. മനസ്സിലായിണ്ടാവും അല്ലെ? അപ്പൊ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാ? എ ക്യാപ്പ്, എഫ് ക്യാപ്പ് എന്ത് വേണമെങ്കിലും, ലെറ്റർ എന്ത് വേണമെങ്കിലും മാറാം, പിന്നെ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മാറാം, കുഴപ്പമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്താണ് സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. അവന്മാരെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നറിയോ? 0. ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടോ 1 ആണ് അല്ലെ, ഇവന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്ടറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. അതിന് എക്സാമ്പിൾ എന്താ പറയാന്ന് അറിയോ? ഒരു ചുള്ളനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പിടിച്ചു വലിക്കാണ്. ഇങ്ങോട്ട് 5 ന്യൂട്ടൺ, ഇങ്ങോട്ട് 5 ന്യൂട്ടൺ. ഇയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യോ? ഇല്ല. അപ്പൊ ഇയാളുടെ ബോഡിയിൽ ആക്ട് ചെയ്യണ ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ആ റിസൾട്ടന്റ് ആകത്തുകയുള്ള ഫോഴ്സ് എത്രയായിരിക്കണം മക്കളെ? 0 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ റിസൾട്ടന്റ് ഓഫ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മളൊരു വസ്തുവിനെ മേലക്കിടാണ് കേട്ടാ. മേലക്കിടുമ്പോൾ നമുക്കറിയാം ഹയസ്റ്റ് പൊസിഷനിൽ വെലോസിറ്റി എത്രയാണ്? 0. വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, പക്ഷെ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? മുകളിലത്തെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എത്രയുണ്ട്? മാഗ്നിറ്റ്യൂഡ് 0. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. when a ball is thrown upwards at the highest point velocity equal to 0. it is an example of zero vector. ഓക്കെ, ഇനി അടുത്ത മക്കൾ ശ്രദ്ധിക്കണം, കൊളീനിയർ വെക്ടേഴ്സ്. ഇവന്മാരെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ കേസ് ആവാട്ടാ, ഇതേപോലത്തെ കേസ് ആവാം. കേസ് 1 നേർരേഖയിലായിരിക്കണം. കണ്ട, നേർരേഖയിലായിരിക്കണം. അല്ല, രണ്ടും ഒരേ ദിശയിലാണ്, ടുവേർഡ്സ് റൈറ്റിലോട്ട് തന്നെ ഒരേ ദിശയിലാണ്. ഇവനും കണ്ട നേർരേഖയിലാണ് അല്ലെ. നേർരേഖയിലുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കൊളീനിയർ വെക്ടേഴ്സ്. പക്ഷെ ഇവന്റെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരെണ്ണം റൈറ്റിലോട്ട് ഒരെണ്ണം ലെഫ്റ്റിലോട്ടാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരേ ലൈനിലാണ് വെക്ടേഴ്സ് ആക്ടിങ് ഓൺ സെയിം ലൈൻ. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമിന് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ. ഈക്വൽ വെക്ടറും അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടർ ഒക്കെ ഇച്ചിരി ഇമ്പോർട്ടന്റ് സംഗതികളാ, പഠിച്ചോളൂ നിങ്ങൾ. ഇനി അടുത്തത് കോപ്ലാനാർ വെക്ടേഴ്സ്. ഈ ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ്, പ്രതലമാണ് അല്ലെ, പ്രതലമാണ് ഈ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു പ്ലെയിനിൽ കിടക്കുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ പ്ലെയിനിൽ കിടക്കുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്ലാനാർ വെക്ടർ. ഒരേ പ്ലെയിനിൽ കിടക്കുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോപ്ലാനാർ വെക്ടേഴ്സ്. വിഷയമില്ലല്ലോ. അപ്പൊ അതാണ് അതിന്റെ സംഗതി, വെക്ടേഴ്സ് ലൈങ് ഓൺ സെയിം പ്ലെയിൻ. ഓക്കെ, ഇനി അടുത്തതാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പൊ നമ്മള് സാധാരണ ഡയറക്ഷൻ എങ്ങനെ മാർക്ക് ചെയ്യുക? ഇതിനെ വിളിക്കുന്ന പേരാണ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം അല്ലെ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. മക്കളെ, ഈ എക്സ് ഡയറക്ഷനിലത്തെ യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാടാ ഐ ക്യാപ്പ്. അവരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നറിയോ? മാഗ്നിറ്റ്യൂഡ് 1 ആണ് കേട്ടാ. യൂണിറ്റ് വെക്ടർ ആണ് കേട്ടോ, യൂണിറ്റ് വെക്ടർ ആണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്.
പക്ഷെ അതിന്റെ ഡയറക്ഷൻ നോക്കി നിങ്ങൾ എക്സ് ഡയറക്ഷനിലത്തെ യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്പ്. വൈ ഡയറക്ഷനിലത്തെ യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ജെ ക്യാപ്പ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെ, യൂണിറ്റ് വെക്ടർ അല്ലേ, മാഗ്നിറ്റ്യൂഡ് 1 തന്നെ. ഇനി നമ്മുടെ സെഡ് ഡയറക്ഷനിലത്തെ യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണോ കെ ക്യാപ്പ്. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഓക്കെ, ഇവരൊക്കെ മാഗ്നിറ്റ്യൂഡ് ഐ ക്യാപ്പിന്റെ ആയിക്കോട്ടെ, ജെ ക്യാപ്പിന്റെ ആയിക്കോട്ടെ, കെ ക്യാപ്പിന്റെ ആയിക്കോട്ടെ, അവരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. പക്ഷെ അവരുടെ ദിശയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസിന്റെ പ്രാധാന്യത്തിന്റെ കണ്ടാ. എക്സ് ഡയറക്ഷനിലത്തെ ഐ ക്യാപ്പ് ആണ്, വൈ ഡയറക്ഷനിലത്തെ ജെ ക്യാപ്പ് ആണ്, സെഡ് ഡയറക്ഷനിലത്തെ കെ ക്യാപ്പ് ആണ്. ഇതാണ് അതിന്റെ സംഗതി. എല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ഒക്കെ തന്നെ, 1 തന്നെ. ഓക്കെ, ഇപ്പൊ ഇത്രയ്ക്കാണ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. വല്ലപ്പോഴും 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് പഠിച്ചു പോക്കോളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് യൂണിറ്റ് വെക്ടറും നൾ വെക്ടറും ആണ്. Okay, thank you.